എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസാറ്റിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ. രോഹിണി നക്ഷത്രക്കാരുടെ മെയ് മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 8 of Swords, 7 of Pentacles, 2 of Pentacles, King of Cups energy, King of Pentacles and Knight of Pentacles. സ്ട്രോങ് പെൻറ്റിക്കിൾ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പകുതിയിൽ കൂടുതൽ പെൻറ്റിക്കിൾ കണക്ഷൻസ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവേ അത് വളരെ പോസിറ്റീവായിരിക്കും. ഫിനാൻസുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ഉയർച്ച നേടുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അകന്നു പോകുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ 8 ഓഫ് സോർഡ്സ് എനർജി ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കണക്ഷൻസ്, അതായത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല വളരെ പെട്ടെന്നുള്ളൊരു സാമ്പത്തിക നേട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു നേട്ടം നമ്മൾ പലപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് പോകുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിലും നിങ്ങളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം, ഉൾഭയം, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകുമോ എന്ന് അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, ഇതൊക്കെയാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഫാക്ടേഴ്സ്. ബാഹ്യമായിട്ടുള്ള എനർജി വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. അതുകൊണ്ട് തന്നെ എടുത്ത് പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിങ്സ് വല്ലതും ഉണ്ട് എങ്കിൽ അത് മാറ്റിവെക്കാം. അത് മാത്രമാണ് നിങ്ങളെ സാമ്പത്തികമായിട്ട് മുന്നേറാൻ നിങ്ങൾക്ക് തടയായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഒരു നെഗറ്റീവ് ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നുള്ളൊരു ചിന്ത. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു അപകർഷതാബോധം അങ്ങനെ ആക്കി തീർത്തത് കൊണ്ടൊക്കെ ആവാം. അതുകൊണ്ട് നിങ്ങൾക്കെന്ന് വെച്ചാൽ എല്ലാത്തിനും സംശയമാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ, ബിസിനസ്സിലേക്ക് മുന്നേറാൻ, അതേപോലെ തന്നെ ഒരു ജെനുവിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, ഒരാളെ വിശ്വസിക്കാൻ, ഒരു എക്സ്ട്രാ എന്താ പറയുക, എല്ലാത്തിനും ഒരു എക്സ്ട്രാ കെയർ വേണ്ടാത്തിടത്ത്, അതായത് നമ്മൾ പറയില്ലേ എക്സ്ട്രാ വിജിലൻ്റ് ആയിരിക്കും എല്ലാത്തിലും. കാരണം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും നെഗറ്റീവ് ആളുകളായിരുന്നു. അവരെപ്പോഴും നിങ്ങളെ ഊർജം നിങ്ങളുടെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റിവിറ്റി നിങ്ങളുടെ മുഴുവൻ വലിച്ച് പുറത്ത് കളഞ്ഞ് നെഗറ്റിവിറ്റിയിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലാക്കി. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആവാം, സഹോദരങ്ങളായിരിക്കും, നാട്ടുകാരായിരിക്കും, ആര് വേണമെങ്കിലും ആവും. ഈ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ പലപ്പോഴും അവരത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നില്ല. പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് അപകർഷത പോകുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റീവ് ഫീലാണ്, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് ഫീല് നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. കാരണം നിങ്ങളുടെ മോട്ടീവ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതായത് മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും അതായത് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾ വലിയ പൊസിഷനിലേക്ക് എത്തണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നേറണം എന്നുണ്ടെങ്കിൽ ബിസിനസ്സാണ് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിലേക്ക് ഇറങ്ങണമെങ്കിൽ നല്ലൊരു രീതിയിൽ എഫേർട്ട് എടുത്ത് റിസ്ക് എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു വിശ്വസിക്കാൻ പേടിയാണ് എല്ലാവരെയും. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിനൊരു ചാൻസ് വരുന്നുണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. നിങ്ങൾക്ക് 100 വട്ടം ആലോചിക്കുന്ന നല്ല കാര്യം തന്നെ. അപ്പോൾ നിങ്ങളൊരു പവർഫുൾ ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് വുമൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവ് ആക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വളരെ കോഷ്യസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഓവർ ആക്കാതിരുന്നാൽ മതി. ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന എങ്ങനെയാണ് കാര്യങ്ങൾ, അതിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അതിലേക്ക് എന്താണ് കൊടുക്കുന്നത്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള രീതിയാണ്, ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ടുള്ള ഏത് രീതിയിലാണോ
ആ ഒരു രീതിയിൽ റിസ്ക് എടുക്കാൻ പറ്റിയ സമയം കൂടിയിട്ടാണ്, ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റിയ സമയവുമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി അഥവാ നിങ്ങൾ ഫ്യൂച്ചറിലേക്കെങ്കിലും ബിസിനസ് ഈ വർഷം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വയ്ക്കുക. അപ്പം ചിലപ്പോൾ ഒരു സ്ഥലം അതിനു വേണ്ടി വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്ലിടിയിൽ നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് അതിന് വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ട് ഗോൾസ് അല്ലെങ്കിൽ ബിസിനസ് ഇത് എഴുതി വയ്ക്കുക, അതിൻ്റെ സ്റ്റാർട്ടിങ് ഇന്നതാണ് എന്നുള്ള രീതി. എന്തെങ്കിലും കൊച്ചു കാര്യമായ പൈസ ചിലവില്ലാത്തതാണെങ്കിൽ ഇതുപോലെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക, ഇത് ഇന്ന സമയം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ. പക്ഷെ അത് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് നിങ്ങൾ വിശ്വസിക്കണം. കാരണം നമ്മൾ മറ്റുള്ളവരോടല്ല പറയുന്നത്, നമ്മളോട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അത് എഴുതി വയ്ക്കുമ്പോൾ ഇന്ന രീതിയിൽ എന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്തു വയ്ക്കാൻ തുടങ്ങി. ഓക്കെ, അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിച്ച് അതിൽ മുന്നേറുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകളുള്ള സമയമാണ്. റിവാർഡ്സും അവാർഡ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷയിൽ മത്സര പരീക്ഷകൾ മുന്നേറുന്നു. അതേപോലെ തന്നെ മറ്റു രീതിയിൽ സാധ്യതകൾ സക്സസ്ഫുൾ ആകുന്നു. നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല എന്ന് വിചാരിച്ചൊരിടത്ത് നിങ്ങൾ വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ ചില എക്സാംസൊക്കെ ഇപ്പോൾ IELTS, TOEFL അതുപോലുള്ള കാര്യങ്ങൾക്ക് IELTS ഒക്കെ എഴുതി ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയവർക്കൊക്കെ സാധ്യതകളുണ്ട്. അതേപോലെ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ശ്രമിക്കുന്നു. ഇപ്പോൾ പുറത്തൊക്കെ ദുബായിലൊക്കെ ആണെങ്കിൽ ഡ്രൈവിങ്ങിനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു സാധ്യത. ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എബിലിറ്റീസ് ഒരിക്കലും ഡൗട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കീപ് ഗോയിങ്. നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സമയമാണ്. ഹാർഡ് വർക്കിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷൻ, ആ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. സർക്കാർ ജോലി അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ. പിന്നെ വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ലഭിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം വിദേശത്തേക്ക് ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ ഒരു മാസം വളരെയധികം ഇമോഷണലാണ്. പൊതുവേ നിങ്ങൾ ഇമോഷണൽ എന്ന് കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ ഫാമിലി വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു, അത് പൊതുവേ എങ്ങനെയാണെങ്കിലും ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഫാമിലി കുറച്ച് കൂടുതൽ, ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്മിറ്റ്മെൻറ്റ് വളരെയധികം അതിന് പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ചില ആളുകൾ ഫാമിലിയിൽ നിന്ന് ദൂരെ മാറി താമസിക്കുന്ന, ഇപ്പോൾ വിദേശത്തായിരിക്കും, ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഫാമിലിയായിട്ട് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു സമയമാവാം. അപ്പോൾ ഫോണിലൂടെ ആണെങ്കിലും ഒക്കെ ദൂരെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾ കൂടുതൽ സമയം ഫാമിലിയായിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു, യാത്രകൾ പോകുന്നു, ഇതൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം ആരോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോണായിട്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്നു. പരിചയമുള്ള വ്യക്തി, നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ആ ഒരു രീതിയിലാവും. ഈ ബാങ്കിൽ നിന്ന് ലോണൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് കിട്ടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കുറച്ച് നാളായിട്ട് വേണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള എന്തോ ഒന്ന് ഫൈനലി നിങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ചിലപ്പോൾ ഒരു ഐഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കുറച്ചധികം നാളായിട്ട് അതിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാവാം. ചില ആളുകൾ ഓൾറെഡി കുറച്ച് നാളായിട്ട് സ്വരുക്കൂട്ടി വെച്ചത് ഫൈനലി നിങ്ങളത് മേടിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ പുതിയ പ്രോജക്ട്സ്, പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ചാൻസും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട് ഈ ഒരു മാസം. അങ്ങനെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ടൈമാണ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതുമായിട്ട് വീട് ഇപ്പം തന്നെ വാങ്ങിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വീട് കാണാൻ പോവുക, അല്ലെങ്കിൽ സ്ഥലം കാണാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്ന ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോൾ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഫാമിലി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്.
എല്ലാവരെയും സംബന്ധിച്ച് പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ചൊക്കെ ഫാമിലിയായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ എല്ലാ അർത്ഥത്തിലും നല്ലൊരു മാസം തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.